വഴിതെറ്റി വർഗീയതയ്ക്ക് പുറകെ സഞ്ചരിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചെന്നും വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന പാർട്ടിയാണ് CPM എന്നും അതുകൊണ്ടാണ് CPMൽ ചേരാൻ തീരുമാനിച്ചതെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാലക്കാട് CPM ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു വിജയൻ. ഹലോ, ഏത് സാഹചര്യത്തിലാണ് സിപിഎമ്മിലേക്ക് ഞാൻ വളരെ ശരിയെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം 42 കൊല്ലത്തോളം ഇത് KSUയുടെ യൂത്ത് കോൺഗ്രസിലൂടെ വിവിധ ഭാരവാഹികളിലൂടെ വന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ശരിയെന്ന് വിശ്വസിച്ച പ്രസ്ഥാനം വഴിതെറ്റി സഞ്ചരിക്കുന്നു, അബദ്ധ സഞ്ചാരം എന്നുള്ള അർത്ഥം വരുന്ന അല്ലെങ്കിൽ വർഗീയതയ്ക്ക് പുറകെ രഹസ്യമായി ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നാണ് പ്രസ്ഥാനത്തോട് വിട പറയാനുള്ള തീരുമാനം കുറച്ചു കാലങ്ങളെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഏറ്റവും ചേർന്നാണ് ഇന്ന് ശരിക്കും മാനസിക മൂല്യത്തോടെ കാര്യങ്ങൾ കാണുകയും വർഗീയതയ്ക്കെതിരെ ഒരു ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന സത്യത്തിൽ CPM ആണ് എന്നുള്ള കുറച്ച് മാസങ്ങളിലെ ദീർഘവീക്ഷത്തിന്റെ ഒടുവിലാണ് ഞാൻ ഈ തീരുമാനം വിശദമായിട്ട് പ്രധാനപ്പെട്ട മുരളിയടക്കമുള്ള നടന്ന നേതാക്കൾ അറിയിക്കുന്നു, ഏരിയ സെക്രട്ടറി നേതാക്കൾ അറിയിക്കുന്നു. അങ്ങനെ തീരുമാനമായിരുന്നു. ഏതെങ്കിലും സ്പെസിഫിക്കലി ഒരു വിഷയമുണ്ടോ? സ്പെസിഫിക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈവൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയം നടക്കുക. അപ്പോൾ ലീഗ് പെട്ടെന്ന് ഒരു ഉദാഹരണം, ലീഗ് സീറ്റ് 3 സീറ്റ് വയ്ക്കുന്നു. അപ്പോൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ച വരുന്നു, ഇങ്ങനെ വർഗീയപരമായിട്ട് ഇവരെ ലീഗിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 3 സീറ്റ് കൊടുക്കുമോ കോൺഗ്രസ്, അങ്ങനെ കൊടുത്താൽ വോട്ടിൽ വലിയ വ്യത്യാസമുണ്ടാകുന്ന ചർച്ച വരാം. അപ്പോൾ അത് പരിഹരിക്കാൻ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ ലീഗിന് 2 സീറ്റേ കൊടുക്കുന്നുള്ളൂ, പക്ഷേ അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ലീഗിന് 3 MP കൊടുത്തു തന്നെയാണല്ലോ. അപ്പൊ ഈ വ്യതിയാനം ഒരു നാടകമല്ലേ എന്ന് തോന്നുന്നത്. അതൊക്കെ നമുക്ക് കോൺഗ്രസിന് കിട്ടേണ്ട അധികാര സ്ഥാപനങ്ങളിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ടീമിന് വേണ്ടി നമ്മൾ അടിയറ വെച്ച് കൊടുക്കുന്നു എന്നുള്ളൊരു വലിയ തെറ്റ്. അതൊന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാം. ജില്ലാ നേതൃത്വം പറഞ്ഞ പൊതുവെ വിയോജിപ്പ് ജില്ലാ നേതൃത്വം ഞാൻ പഠിച്ചപ്പോൾ ആർക്കും ആരുടെ ആത്മാർത്ഥതയില്ലാത്ത ഒരു സമീപനമെന്ന് എപ്പോഴും എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ, ഞാൻ 82 മുതൽ സജീവ പ്രവർത്തനം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ 3 വർഷം കന്യാകുളം നിൽക്കുന്നത് CPMന്റെ അവിടെ ഷൊർണൂരിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു CPMന്റെ ഒരു ശക്തി കേന്ദ്രത്തിലാണ് എന്നെ ജയിപ്പിക്കുന്നത്. അവിടെ CPMന്റെ വോട്ടുകൾ ആരും CPM വോട്ടൊന്നും മാറിയില്ല. പക്ഷെ ഞാൻ മത്സരിക്കുമ്പോൾ വിജയൻ എന്ന വ്യക്തിക്ക് വോട്ട് തരുന്നു. അതിന്റെ കാരണം എന്താണ്? വിജയൻ ഒരു സജീവ പ്രവർത്തനമാണ്, കാര്യങ്ങൾ എന്റെ കാര്യത്തിന് മത്സരം കിട്ടുന്നുള്ള ഈ ഒരു മാറ്റം. അങ്ങനെ ഉണ്ടെങ്കിലും ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പൊ നമുക്കും കിട്ടേണ്ട ചില സാഹചര്യങ്ങൾ നമ്മളോട് പെരുമാറുന്ന രീതി നന്നായില്ല. ആ പെരുമാറ്റത്തിൽ പോലും ഇപ്പൊ ഞാൻ പറയാം, ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ പാർട്ടി വിട്ടു പോകുമ്പോൾ വേദനിക്കണമെന്നാണ് ഞാനൊക്കെ പഠിച്ച മറം. ഞാൻ CPMലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതിനെ കാര്യക്ഷമമായി ചർച്ച ചെയ്യാം. പക്ഷേ കോൺഗ്രസിലെ ചർച്ച തന്നെ എന്താണ്? പോകുന്നവർ പോട്ടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസരം കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു അറിയപ്പെടുന്ന മേലുവിലാസ കരുണാകരന്റെ മകൾ പോയപ്പോഴും പറയുന്ന വാക്കൊന്നാണ്, പോയിക്കോട്ടെ, അതിനൊന്നുമില്ല, ഒന്നും സമയം വേറെ പേരെ അവരെ അപമാനിക്കാൻ. എന്തുകൊണ്ടവർ പോയി എന്നുള്ള കാരണത്തിലേക്ക് ആരും ഇറങ്ങിച്ചെല്ലുന്നില്ല. അപ്പൊ ഇവിടെ നല്ല രീതിയിൽ അംഗീകരിക്കേണ്ട ആളുകൾ അംഗീകരിക്കാതിരിക്കുക, ചില ആശ്രിത വത്സലരെ ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പാണ്. ആ നേതാക്കളെ അവര് കാലി തിരിഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾക്ക് ആവശ്യത്തിലധികമായിട്ടുള്ള അനർഹർക്ക് പ്രമോഷൻ കൊടുക്കുന്ന രീതി. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ മനസ്സിലാക്കിയത് ആലത്തൂർ AV ഗോപിനാഥൻ, മുൻ MLA ആണ്, വളരെ സജീവമായി കോൺഗ്രസ്. എന്റെ കണ്ണിലൊരു DCC പ്രസിഡന്റ് ആവാൻ എല്ലാം കൊണ്ട് യോഗ്യമായ ഒരു നേതാവെന്ന് പാലക്കാട് ജില്ലയിൽ ഞാൻ കണ്ടിട്ടുള്ള അദ്ദേഹത്തെയാണ്. പക്ഷെ അദ്ദേഹത്തെ മാറ്റി ഒരു മൂലയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. എന്താണ്? കാര്യങ്ങൾ തുറന്നു പറയുന്നത് പല നേതാക്കൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പും അകലവുമാണ്. ആ അകലം മറികടക്കാൻ ആരെങ്കിലും ഒരു DC പ്രസിഡന്റ് പരിസ്ഥിതിക്കാൻ മതി. അർഹതയും കഴിവുള്ള ഒരാളെ മാറ്റി നിർത്തിയിരിക്കുക. ഈ ഒരു നയവുമായി കോൺഗ്രസ് എത്ര കാലം മുന്നോട്ട് പോകും? അതൊക്കെ തന്നെയാണ് എന്റെയും ഒക്കെ വേദന. എന്തെങ്കിലും വാഗ്ദാനം ഉണ്ടായിട്ടുണ്ടോ? എവിടെ നിന്ന്? CPM ഒരു വാഗ്ദാനം. ഞാനിപ്പോ ഇവരൊക്കെ എത്രയോ വർഷത്തെ, ഒരു പക്ഷേ അത്രയോ വർഷത്തെ ഒരു വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ടെന്നല്ല, എന്നെ ഞങ്ങളൊരു ഡീപ്പായിട്ടുള്ള ആത്മബന്ധമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ഞാൻ അങ്ങോട്ടാണ് ഇവരെയൊക്കെ വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് എന്റെ
മാനസികമായിട്ടുള്ള അവസ്ഥ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ എനിക്ക് CPM-ലേക്ക് വരണമെന്ന് ആഗ്രഹമാണ്. യാതൊരു കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തന വൈരുദ്ധ്യത്തിന്റെ പേരിൽ ഒരു അകലവും കാണിക്കാതെ ഒരു പക്ഷേ ഒരുപാട് നല്ല സ്നേഹ സാമീപ്യത്തോടെ എന്നോട് സംസാരിച്ചു എന്നത് എനിക്ക് മറക്കാൻ കഴിയാത്ത